വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് +1 മലയാളത്തിലെ കാവ്യകലയെക്കുറിച്ച് ചില നിരീക്ഷണങ്ങൾ എന്ന പാഠഭാഗമാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ സമ്മറിയാണ് നമ്മൾ മെയിനായിട്ട് ഈ ഒരു വീഡിയോയിലൂടെ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. സോ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അതിന് മുമ്പായിട്ട് എനിക്ക് പറയാനുള്ളത്, ആദ്യമായാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതോടൊപ്പം തന്നെ നമ്മൾ ഈ ഒരു ചാനലിൽ ഓൺലൈൻ ട്യൂഷൻസും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഇൻട്രസ്റ്റഡ് സ്റ്റുഡൻസ് ആണെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യണം 7012787895. അപ്പോൾ നമുക്ക് ആശയം എന്താണെന്ന് നോക്കാം. കാവ്യകലയെക്കുറിച്ച് ചില നിരീക്ഷണങ്ങൾ. MN വിജയൻ മലയാളത്തിലെ പ്രമുഖ മനോവിജ്ഞയായ നിരൂപകനും പ്രഭാഷകനുമാണ് ശ്രീ MN വിജയൻ. മനഃശാസ്ത്രം, സാമൂഹ്യശാസ്ത്രം, സാമൂഹികശാസ്ത്രം എന്നിവ സാഹിത്യ നിരൂപണത്തിലും സാമൂഹിക വിമർശനത്തിലും പ്രയോഗിച്ചു. നിരൂപണത്തിൽ പുതിയൊരു അപഗ്രഥന രീതി സൃഷ്ടിച്ചു. ചിതയിലെ വെളിച്ചം, ശീർഷാസനം, വാക്കും മനസ്സും തുടങ്ങിയവ പ്രധാന കൃതികൾ. കവിതാ നിരൂപണത്തെക്കുറിച്ചും പാരായണത്തെക്കുറിച്ചുള്ള പഴയ ധാരണകൾ പൊളിച്ചെഴുതുന്ന ലേഖനമാണ് പാഠഭാഗം. മാറിയ കാലത്ത് കവിതകൾ വായിക്കേണ്ടത് പുതിയ ഉൾക്കാഴ്ചയോടെയാണെന്ന് ലേഖകൻ പറയുന്നു. കവിതയിൽ ആവിഷ്കരിച്ചിരിക്കുന്ന പദങ്ങളും സന്ദർഭങ്ങളും അതാത് കാലത്തെ സാമൂഹിക അന്തരീക്ഷവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പദങ്ങളുടെ നൃത്തമാണ് കവിത. അർത്ഥഗതമായ വാക്കുകൾ കൊണ്ട് നൃത്തം ചെയ്യിക്കലാണ്. പറയാനുള്ളത് നേരെ ചൊവ്വേ പറയുന്നത് കവിതയാകില്ല. ഒന്നിലധികം അർത്ഥം ഒളിച്ചു വെച്ചിരിക്കുന്ന വാക്കുകൾ തിരഞ്ഞെടുത്ത് അത്ഭുതകരമായി വിന്യസിക്കുന്നതാണ് ഉത്തമ കവിത. വൈലോപ്പിള്ളി സഹ്യന്റെ മകൻ എന്ന കവിതയിലെ പുൽത്തിടം പേറി ദേവൻ പെരുമാറുമപ്പനും മസ്തകക്കടാഹത്തിൽ മന്ത്രിപ്പൂ പിശാചുക്കൾ എന്ന വരികൾ ഉദ്ധരിച്ചുകൊണ്ട് ലേഖകൻ തന്റെ വാദങ്ങളെ സാധൂകരിക്കുന്നു. കേറി എഴുന്നള്ളിച്ച ആനയുടെ മദം പൊട്ടി എന്ന ആശയം പ്രകാശിപ്പിക്കാൻ കവി സ്വീകരിച്ചിരുന്ന പദങ്ങളെ വിശകലനം ചെയ്യാം. ദേവൻ പെരുമാറുന്ന മസ്തകം ഫ്രോയിഡിന്റെ സൂപ്പർ ഈഗോയെ ഓർമ്മിപ്പിക്കുന്നു. കാതൽ പിശാചുക്കൾ മന്ത്രിക്കുന്നത് ഉൽപ്പത്തി കഥയിലെ സന്ദർഭത്തെയും കൊണ്ടുവരുന്നു. ഇങ്ങനെ മനഃശാസ്ത്രപരവും പൗരാണികവുമായ മാനങ്ങൾ ഒരുമിച്ച് ചേരുന്നു. ആധുനിക മനുഷ്യന്റെ മാനസികാവസ്ഥയിൽ ആ മൃഗം എത്തിച്ചേരുന്നു. ലളിതമായ പദങ്ങൾ, പ്രാസവും വൃത്തവും ഒപ്പിച്ചു നിരത്തുന്നതായിരുന്നു പഴയ കവിതകൾ. വികാസിതമായ വിജ്ഞാനവും അനുഭൂതി മണ്ഡലങ്ങളും കവിതകളെ സങ്കീർണമാക്കിയിരിക്കുന്നു. കാവ്യങ്ങളുടെ ആവിഷ്കാരത്തിലും ആസ്വാദനത്തിലും നവീനത കൈവന്നിരിക്കുന്നു. ആ വ്യവസ്ഥിത്വം കവിതയുടെ ഏറ്റവും നല്ല ഗുണമായി വിലയിരുത്തപ്പെടുന്നു. അർത്ഥമുള്ളതല്ല, അതിനപ്പുറമുള്ളതാണ് കവിത. വാക്കുകൾ അനേകം അർത്ഥങ്ങളെ നിഷാദിപ്പിക്കണം. പേന, തൂലിക എന്നീ പദങ്ങൾ ഉദാഹരിച്ച ആ വ്യവസ്ഥിത്വം വ്യക്തമാക്കുന്നു. പേന എഴുതാനുള്ള ഉപകരണം മാത്രമാകുന്നുള്ളൂ. അതിൽ കവിഞ്ഞ ആശയമൊന്നും ആ പദം ഉണ്ടാക്കുന്നില്ല. എന്നാൽ തൂലിക എന്ന വാക്ക് തൂവലിനെ ഓർമ്മിപ്പിക്കുന്നു. അതിരുന്ന പക്ഷി പറിച്ചെടുക്കുമ്പോൾ ഉണ്ടാകുന്ന വേദന എന്നിങ്ങനെ ഒന്നിലധികം കാര്യങ്ങൾ നിശാപിപ്പിക്കുന്നു. തൂവലിലൂടെ വിരിയുന്നത് ജീവരക്തം തന്നെയാണ്. കവിതകൾ സ്വീകരിക്കുന്ന പദങ്ങൾ, പ്രയോഗിക്കുന്ന ബിംബങ്ങൾ എന്നിവയുടെ അർത്ഥം നിർണ്ണയിക്കുന്നത് അതാത് കാലത്തിലെ ചരിത്ര സംഭവങ്ങളാണ്. കല്യാണ സൗഗന്ധികം, തുള്ളൽ, കുഞ്ചൻ നമ്പ്യാർ വാഴപ്പഴങ്ങളിൽ വൈഡൂര്യവും ഗോമോദകവുമൊക്കെയായി കൽപ്പിക്കുന്നു. എന്നാൽ ചങ്ങമ്പുഴയ്ക്ക് അങ്ങനെ സങ്കല്പിക്കാൻ കഴിയില്ല. മാറിയ സാമൂഹ്യ സാഹചര്യത്തിൽ ജന്മികുടിയാൻ ബന്ധത്തിലെ അനീതിയുടെ വേദനയാണ് വാഴക്കുല അദ്ദേഹത്തിന് നൽകിയത്. മേഘത്തെ കാളിദാസൻ കാമുകന്റെ സന്ദേശവാഹകനായി കൽപ്പിക്കുന്നു. വള്ളത്തോളാകട്ടെ നൂൽ നൂൽക്കുന്നതിനുള്ള പരുത്തിയായും കാണുന്നു. കവിതകൾ സ്വീകരിക്കുന്ന പദങ്ങളുടെ അർത്ഥം നിർണ്ണയിക്കുന്നത് അതാതു കാലഘട്ടത്തെ സാമൂഹിക സാഹചര്യവും കൂടിയാണ്. കാർമേഘം ഉത്തരേന്ത്യയിലെ അനുരാഗം ഉണർത്തുന്നു. വർഷത്തിൽ 4-5 മാസം മഴയുള്ള കേരളത്തിൽ കാർമേഘം കാണുമ്പോഴെല്ലാം അനുരാഗം തോന്നിയാൽ മറ്റൊന്നിനും നേരം കാണില്ല. എല്ലാവരും ഒരേപോലെ കാണാത്തതാണ് കവിതകൾ തിരഞ്ഞെടുക്കുന്ന സിംബലുകൾ. ഓരോ കവിയും തന്നിഷ്ടം പോലെ പുതിയ ലോകങ്ങൾ നിർമ്മിച്ചു കൊണ്ടേയിരിക്കുന്നു. അനുഭവങ്ങളുടെ നവനവങ്ങളായ പുതുലോകങ്ങൾ സൃഷ്ടിക്കുന്നവരാണ് മഹാകവികൾ എന്ന് MN വിജയൻ സൂചിപ്പിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.